ഇടുക്കി ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി പരിക്കേൽപ്പിച്ച റോഡിൽ ഉപേക്ഷിച്ചു. പരിക്കേറ്റ ഉടുമ്പൻചോല സ്വദേശി മണികണ്ഠനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പ്രതി കസ്റ്റഡിയിലെന്ന സൂചന. വിവരങ്ങളുമായി അഖിൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു? മാത്രമല്ല, ആക്രമിക്കപ്പെട്ട വ്യക്തിയുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത്? മറ്റു വിവരങ്ങൾ. ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ ഉടുമ്പൻചോല സ്വദേശിയായിട്ടുള്ള മണികണ്ഠന് രാത്രി വെട്ടേൽക്കുന്നത്. മണികണ്ഠൻ രാത്രിയിൽ ജീപ്പിൽ വരുന്ന വഴിയിലാണ് മൂന്നംഗ സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി വെട്ടി പരിക്കേൽപ്പിച്ച് മണികണ്ഠന്റെ അയൽവാസിയായ വ്യക്തി ഉൾപ്പെടുന്ന സംഘമാണ് ഇത്തരത്തിൽ അക്രമത്തിന് പിന്നിലെന്നാണ് മണികണ്ഠൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇവർ മണികണ്ഠനെ ഇടത് കൈക്ക് വെട്ടുകയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ജീപ്പിൽ തന്നെ ഉപേക്ഷിച്ച് ജീപ്പ് ഒരു കൊക്കയുടെ ഭാഗത്തേക്ക് തള്ളിവിടുകയും ചെയ്തു. അത്തരത്തിൽ അപകടത്തിലാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ തള്ളിവിട്ട ജീപ്പ് മരത്തിൽ തങ്ങി നിൽക്കുകയും അപകട വിവരമറിഞ്ഞ് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ജീപ്പിനുള്ളിൽ നിന്ന് കൈക്ക് വെട്ടേറ്റ നിലയിൽ മണികണ്ഠനെ കണ്ടെത്തുന്നത്. തുടർന്ന് ആദ്യഘട്ടത്തിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലും ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മണികണ്ഠനെ മാറ്റി. തുടർന്ന് മണികണ്ഠന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ മണികണ്ഠൻ തന്നെ അയൽവാസിയായ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. നിലവിൽ അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് രണ്ട് പ്രതികളെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുന്നുണ്ട്. നിലവിൽ മണികണ്ഠന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ എന്താണ് ഇത്തരത്തിലൊരു അക്രമത്തിന് മുതിർന്ന കാര്യം, അല്ലെങ്കിൽ അക്രമത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരാനുണ്ട്. മറ്റ് രണ്ട് പ്രതികളെ കൂടെ കണ്ടെത്തിയതിനു ശേഷം മൂന്നുപേരെയും വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ എന്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിന് പിന്നിലെ മോട്ടീവ് എന്ന് കണ്ടെത്താൻ കഴിയൂ എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ശരി, അഖിൽ ടി എസ് ആണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേർന്നത്.